ക്ലോറോഫോമിന്റെയും അനിലിന്റെയും ഒരു നേച്ചർ മനസ്സിലാക്കിയാലാണ് നമുക്കത് പറയാൻ സാധിക്കുക. ക്ലോറോഫോമിന്റെ ബോയിലിംഗ് പോയിന്റ് ഏകദേശം ഒരു 60 ഡിഗ്രി റേഞ്ചിലാണെങ്കിൽ അനിലിന്റെ ബോയിലിംഗ് പോയിന്റ് ഏകദേശം ഡബിൾ ആണ്, 180 ഡിഗ്രി റേഞ്ചിലാണ്. ഇതേക്കൂടെ കൺസിഡറബിൾ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംപിരിക്കൽ ഫോർമുല മാസ്. എത്രയാ മോളാർ മാസ്? 56 ഡിവൈഡഡ് ബൈ വാട്ട് ഈസ് എംപിരിക്കൽ ഫോർമുല മാസ്? CH2 ആണ്. കാർബൺ 12ഉം ഹൈഡ്രജൻ 2ഉം 14 ആണ്. 56/14 എത്രടാ? 4 അല്ലേ? Cl2 ബ്രോമൈഡിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? Br2 കിട്ടും. ആ Br2 നമ്മുടെ CCl4 ലെയറിൽ ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് നിൽക്കും. ഹായ് ചിൽഡ്രൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മൾ 2025 കീം എക്സാമിനേഷൻ്റെ പരീക്ഷയ്ക്ക് വന്ന 6 സെഷനിലായിട്ട് വന്ന ചോദ്യങ്ങൾ, കെമിസ്ട്രി പാർട്ടിൽ നിന്നുള്ള ഡിസ്കഷൻ്റെ അടുത്ത ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രി സം ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ടെക്നിക്സ് GOC എന്ന പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററിലെ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യു ഹാവ് എ സ്മോൾ ഇൻഫർമേഷൻ വൺസ് അഗെയിൻ. മാസ്റ്റർ കീം 2026 ഒരു ഇൻറ്റൻസീവ് ക്രാഷ് കോഴ്സ് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും ലഭ്യമാണ്. പരമാവധി ഓഫ്ലൈനായിട്ട് തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അതിഗംഭീരമായിട്ട് നമുക്ക് ഓരോ ചാപ്റ്ററും റിവൈസ് ചെയ്ത് എല്ലാ ദിവസവും മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് അങ്ങനെയുള്ളൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഷെഡ്യൂൾ ആണ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്ന മെറ്റീരിയൽസിനെ കുറിച്ച് മറ്റു ഫെസിലിറ്റീസിനെ കുറിച്ച് എല്ലാം നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ആ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. യു വിൽ ഗെറ്റ് എ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ അബൌട്ട് ദീസ് ഫാക്ട്സ് ആൻഡ് ഫെസിലിറ്റീസ്. ഓക്കെ, അതുപോലെ തന്നെ +1 +2 ട്യൂഷൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഓരോ വിഷയങ്ങൾക്കും വളരെ കോംപ്രഹെൻസീവായിട്ട് NCERT അരച്ച് കലക്കിയിട്ടെന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ നിങ്ങളെ പഠിപ്പിച്ചെടുക്കുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കോഴ്സുകൾ ലഭ്യമാണ്. ഇത് എല്ലാവരും ഒന്ന് പരിശോധിക്കുക, ആവശ്യമുള്ളവർ വിനിയോഗിക്കുക. അതുപോലെ ഇത് ആവശ്യമായിട്ട് വരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക്, റിലേറ്റീവ്സിലേക്ക് എല്ലാം ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ ഉപകാരമായിരിക്കും. ഓക്കെ, നമുക്കിനി വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, സം ബേസിക് കോൺസെപ്റ്റ്സ് എന്ന ഓർഗാനിക്കിന്റെ ചാപ്റ്ററിലേക്കാണ് ഒന്നാമത്തെ ചോദ്യം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ടെക്നിക് യൂസ്ഡ് ടു സെപ്പറേറ്റ് ക്ലോറോഫോം ആൻഡ് അനിലിൻ? ക്ലോറോഫോമിന്റെയും അനിലിന്റെയും ഒരു നേച്ചർ മനസ്സിലാക്കിയാലാണ് നമുക്കത് പറയാൻ സാധിക്കുക. ക്ലോറോഫോമിന്റെ ബോയിലിംഗ് പോയിന്റ് ഏകദേശം ഒരു 60 ഡിഗ്രി റേഞ്ചിലാണെങ്കിൽ അനിലിന്റെ ബോയിലിംഗ് പോയിന്റ് ഏകദേശം ഡബിൾ ആണ്, 180 ഡിഗ്രി റേഞ്ചിലാണ്. ഇതേക്കൂടെ കൺസിഡറബിൾ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ്. ഇപ്പൊ ക്ലോറോഫോമും അനിലിനും തമ്മിൽ ഏകദേശം ഡബിൾ വരുന്ന ഒരു ബോയിലിംഗ് പോയിന്റ് ഡിഫറൻസ് ഇൻ ടേംസ് ഓഫ് ഡിഗ്രി സെൽഷ്യസ്. ക്ലോറോഫോമിൻ്റെത് ഒരു 60 ഡിഗ്രി റേഞ്ചിലാണെങ്കിൽ അനിലിൻ്റെത് 180 ഡിഗ്രി റേഞ്ചിലാണ് ബോയിലിംഗ് പോയിന്റ്. വെൻ ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ദ ബോയിലിംഗ് പോയിന്റ്, വാട്ട് ഈസ് ദ പ്യൂരിഫിക്കേഷൻ ടെക്നിക് വി അഡോപ്റ്റ്? എല്ലാവരും ഓർക്കുന്നുണ്ടാവണം. കൺസിഡറബിൾ ഡിഫറൻസ് ഇൻ ബോയിലിംഗ് പോയിന്റ് ഉണ്ടെങ്കിൽ ദ മെത്തേഡ് ഓഫ് പ്യൂരിഫിക്കേഷൻ അഡോപ്റ്റഡ് ഈസ് നത്തിങ് ബട്ട് ഡിസ്റ്റിലേഷൻ. ഓപ്ഷൻ 5 ഈസ് ദ കറക്റ്റ് ആൻസർ. എന്താ കാരണം? There is a significant difference in the boiling point between chloroform and aniline. ഇതിന്റെ നിയർലി 60 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ ഇത് നിയർലി 180 ഡിഗ്രി സെൽഷ്യസ് റേഞ്ചിലാണ്. സോ ദർ ഇസ് എ സിഗ്നിഫിക്കന്റ് ഡിഫറൻസ് ഇൻ ദെയർ ബോയിലിംഗ് പോയിന്റ്. ബോയിലിംഗ് പോയിന്റിൽ നല്ല വ്യത്യാസം ഉള്ള കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള കംഫർട്ടബിൾ മെത്തേഡിന്റെ പേര് ഡിസ്റ്റിലേഷൻ. ഇറ്റ്സ് വെരി സിമ്പിൾ. പക്ഷേ ഈ പറഞ്ഞ നേച്ചർ അറിഞ്ഞിരിക്കണം. ഓക്കെ, അടുത്തത് നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് പ്രസന്റ് ഇൻ 3-methyl-but-1-ene.
സ്ട്രക്ചർ വരയ്ക്കൂ. ബ്യൂട്ട്. ബ്യൂട്ട് 1 ഈൻ. അപ്പൊ ഇവിടെ ഡബിൾ ബോണ്ട്. 3 മീഥൈൽ. 3 മീഥൈൽ. 3 മീഥൈൽ ബ്യൂട്ട് 1 ഈൻ. ഇവിടെ 2 ഹൈഡ്രജൻ. ഇവിടെ 1 ഹൈഡ്രജൻ. ഇവിടെ 1 ഹൈഡ്രജൻ. ഇവിടെ 3 ഹൈഡ്രജൻ. അല്ലേ? നൗ സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ്. സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ്. സിംഗിൾ ബോണ്ട് വന്നാൽ സിഗ്മ, ഡബിൾ ബോണ്ട് വന്നാൽ ഒരു സിഗ്മയും ഒരു പൈയും. പഠിച്ച ഓർമ്മയുണ്ടല്ലോ അല്ലെ? സിംഗിൾ ബോണ്ട് സിഗ്മ, 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 സിഗ്മ. ഒരൊറ്റ ബോണ്ടേ ഉള്ളൂ എങ്കിൽ സിഗ്മ. മൾട്ടിപ്പിൾ ബോണ്ട് വന്നാൽ ഒരു സിഗ്മ, മറ്റത് പൈ. ഓക്കെ, അപ്പൊ എത്ര സിഗ്മ ഇടാം? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14 സിഗ്മയും ഒരു പൈയും. 14 സിഗ്മയും ഒരു പൈയും. ഫിഫ്ത്ത് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. 5ാമത്തെ ചോയ്സ് കിട്ടോ? ഓക്കെ, ക്ലിയർ അല്ലേ? റൈറ്റ്. അപ്പോ മൾട്ടിപ്പിൾ ബോണ്ട് വരുമ്പോ ഒരു സിഗ്മയും മറ്റേതൊക്കെ പൈയും. സിംഗിൾ ബോണ്ട് മാത്രമാണെങ്കിൽ എല്ലാം സിഗ്മ. ഓക്കെ, അടുത്ത ചോദ്യം. Which of the following is electron donating group? Electron donating group. Nitro group is very popular electron withdrawing group ആണല്ലേ? Nitro group is very popular electron withdrawing group ആണ്. ഇത് ആണ് ആൻസർ. സെക്കൻഡ് ചോയ്സ് ഈസ് ദി ആൻസർ. ഇറ്റ് ഈസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ബൈ പ്ലസ് ഐ ഇഫക്റ്റ്. പ്ലസ് ഐ ഇഫക്റ്റിലൂടെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആണ് alkyl group. That is the answer. What about the others? What about the others? COOH electron withdrawing group ആണ്. CN electron withdrawing group ആണ്. What about this? അതില് പെട്ടെന്ന് ഒരു ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് എഫക്റ്റ് കാണാം, പക്ഷേ ഇവിടെ ഒരു ബെൻസീൻ റിംഗ് ഉണ്ട്. സോ ദാറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ്. ദിസ് വിൽ ബി യൂട്ടിലൈസ്ഡ് ഹിയർ. അപ്പോൾ ഇതിന്റെ ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഇഫക്റ്റ് ഒന്ന് കുറയും. സോ ഡെഫിനറ്റ്ലി സെക്കൻഡ് ചോയ്സ് ഈസ് ദ കറക്റ്റ് ആൻസർ. അതുപോലെ തന്നെ മക്കളെ ശ്രദ്ധിക്കുക, പലർക്കും ഡൗട്ട് ഉള്ളതാണ്. ഇങ്ങനെ കണ്ടാൽ മനസ്സിലാക്കിക്കോ, അത് ഈ മൾട്ടിപ്പിൾ ബോണ്ട് ഗ്രൂപ്പിനകത്ത് മൾട്ടിപ്പിൾ ബോണ്ട് കണ്ടാൽ മനസ്സിലാക്കിക്കോളൂ, ദാറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. നോക്കടാ, COOH, COOH, നോക്ക് CHO, നോക്ക് CO, നോക്ക് CN. You will find a multiple bond within the group. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ട മനസ്സിലാക്കിക്കോളൂ, ഇറ്റ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇവരെല്ലാം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്സ് ആയിരിക്കും കേട്ടോ. ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്സ് ആയിരിക്കും. -R ഇഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും. -I ഇഫക്റ്റ് കാണിക്കുന്ന ആൾക്കാരായിരിക്കും. -I ഇഫക്റ്റ് കാണിക്കും, -R ഇഫക്റ്റ് കാണിക്കും, ഡീആക്ടിവേറ്റിംഗ് ആയിരിക്കും. അതുപോലെ ബെൻസീൻ റിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ മെറ്റാ ഡയറക്റ്റിംഗ് ആയിരിക്കും. പഠിച്ചതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. On complete combustion, 0.12 gram organic compound give 0.11 gram carbon dioxide. What is the percentage of carbon in organic compound? Hope you remember Liebig's combustion method. പഠിച്ചതാ. Percentage of carbon equal to 12 divided by 44 weight of carbon dioxide into 100 by weight of organic compound. ഇങ്ങനെ ഒരു ഫോർമുല പഠിച്ചത് ഓർത്തു വെക്കണം. ഓക്കെ, സോ വാട്ട് ഈസ് ദി ആൻസർ? 12 into weight of carbon dioxide എത്ര? 0.11 into 100 divided by 44 into weight of organic compound 0.12 അല്ലെ? അപ്പോ ഈ 100 ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 4 എന്ന് കിട്ടും. 100ഉം 0.11ഉം 11 വരും. 11ഉം 44ഉം 4 എന്ന് കിട്ടും അല്ലെ? ഇനി ഇവിടെ
ഇവിടെ 12 അല്ല ഇടാം. അപ്പോൾ 0.12 എന്ന് ഇട്ട് കഴിഞ്ഞാൽ ഇത് ക്യാൻസൽ ആവാം. അപ്പോൾ 100 കിട്ടും. ശരിയല്ലേ? അപ്പോൾ 100/4 25% എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടുന്നുണ്ട്. 25%. ഓപ്ഷൻ 3 ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ സിമ്പിൾ കാൽക്കുലേഷൻ ആണ്. കാൽക്കുലേഷനിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഓപ്ഷൻ 3 ദാറ്റ് ഈസ് 25% ഈസ് ദ ആൻസർ. ആകെ 2 വേരിയബിളെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. ഓക്കെ അല്ലേ? റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എംപിരിക്കൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട് ഈസ് CH2. മോളാർ മാസ് ഓഫ് ദി കോമ്പൗണ്ട് ഈസ് 56. ഓർഗാനിക് കോമ്പൗണ്ട് എന്ത്? മക്കൾ ഓർക്കുന്നില്ല ഇങ്ങനെ ഒരു ഫോർമുല? മോളിക്കുലാർ ഫോർമുല ഈക്വൽ ടു എംപിരിക്കൽ ഫോർമുല ടേക്കൺ n ടൈംസ്. And what is n? n equal to molar mass divided by empirical formula mass. എത്രയാ മോളാർ മാസ്? 56 divided by what is empirical formula mass? CH2 ആണ്. കാർബൺ 12 ഹൈഡ്രജൻ 2 14 ആണ്. സോ 56/14 എത്രടാ? 4 അല്ലേ? 4. റൈറ്റ്. So n equal to 4. We get the answer. What is the answer? Empirical formula CH2 taken 4 times. So that will be C4H8. C4H8. C4H8 എന്ന് പറയുമ്പോൾ നോക്ക് മക്കള്, CnH2n എന്നാണ്. ദാറ്റ് ഈസ് ആൽക്കീൻ വരണം. ആൽക്കീൻ എന്ന് വെച്ചാൽ 4 കാർബൺ ആറ്റം. ബ്യൂട്ടീൻ എന്ന് വരണം. ബ്യൂട്ടീൻ. പക്ഷെ ബ്യൂട്ടീൻ ഇവിടെ ഇല്ലടാ. ബ്യൂട്ടൈൻ ഉണ്ട്, അതല്ല. പ്രൊപ്പീൻ ഉണ്ട്, അതല്ല. പ്രൊപ്പെയിൻ അല്ല. 2-methyl പ്രൊപ്പെയിൻ. ആൽക്കെയിൻ അല്ല, ആൽക്കീൻ വരണം. ആൽക്കീൻ വരണം, അതുമല്ല. അപ്പൊ പിന്നെ ആൻസർ ഇത് തന്നെ. അതെങ്ങനെയായി? സൈക്ലോബ്യൂട്ടൈൻ ആണ് ആൻസർ. അതെങ്ങനെ വന്നു? ആൽക്കീൻസും ആൽക്കെയിൻസും ഐസോമേഴ്സ് ആണ്. Alkenes and cycloalkanes. Alkenes and cycloalkanes. They are isomers. രണ്ടുപേരുടെയും ഫോർമുല എന്താണ്? ഇതാണ് രണ്ടുപേരുടെയും ഫോർമുല. CnH2n ആണ്. റൈറ്റ്. നോക്ക്, ബ്യൂട്ടീൻ നോക്കടാ. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. That is C4H8. ഇനി സൈക്ലോബ്യൂട്ടൈൻ നോക്കൂ മക്കളെ. ഇതാണ് സൈക്ലോബ്യൂട്ടൈൻ. ദാറ്റ് ഈസ് CH2 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 CH2. ദിസ് ഈസ് സൈക്ലോബ്യൂട്ടൈൻ. ഇത് രണ്ടും സെയിം ആടാ. ഫോർമുല സെയിം ആണ്. സോ ബ്യൂട്ടീൻ ആൻഡ് സൈക്ലോബ്യൂട്ടൈൻ ദേ ആർ ഐസോമേഴ്സ്. സോ ഈസ് ദി ആൻസർ. അപ്പോ molecular formula is equal to empirical formula taken n times. N is equal to molar mass by empirical formula mass. Molar mass 56, empirical formula mass 12 2 14 4 എന്ന് കിട്ടും. So molecular formula is equal to CH2 4 times C4H8 എന്ന് വെച്ചാൽ ആൽക്കീൻ ആണ്, ബ്യൂട്ടീൻ ആണ്. പക്ഷെ ബ്യൂട്ടീൻ ചോയ്സിലില്ല. ബട്ട് you have an answer. Cyclobutane. They are isomers. Okay അല്ലേ? റൈറ്റ്. അടുത്ത ചോദ്യം ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ചോദ്യം. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പിനെ കുറിച്ചാണ് ചോദ്യം. അല്ല, സോറി, നോട്ട് ആൻ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലാത്തത് ആര് എന്ന ചോദ്യം. ഇയാള് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആണ്, നമ്മുടെ ആൻസർ അല്ല. 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 ദിസ് ഈസ് ദി ആൻസർ. ഫിഫ്ത്ത് ചോയ്സ് ഈസ് അവർ ആൻസർ. ഇറ്റ് ഈസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. അൽക്കോക്സി ഗ്രൂപ്പ് ഈസ് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്. റൈറ്റ്. നോക്ക്, ആനിസോളില് എങ്ങനെയാണ് ഇയാള് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്? പഠിച്ച ഓർമ്മ വരേണ്ടതാണ്. ദിസ് ഈസ് ബെൻസീൻ ആൻഡ് ദിസ് ഈസ് ആനിസോൾ. മെത്തോക്സി ബെൻസീൻ. ഓക്സിജന്റെ മണ്ടയിൽ 2 ഇലക്ട്രോൺസ് പെയർ ഉണ്ട്.
this will be donated like this. It is electron donating group. Plus R effect കാണിക്കുന്ന ഗ്രൂപ്പാണ്, ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പാണ്, ആക്ടിവേറ്റിംഗ് ഗ്രൂപ്പാണ്, ഓർത്തോ പാരാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പാണ്. പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ചോദ്യം. And that is our last question in this video and in this segment. Layer test is used to identify. Layer test കേട്ടിട്ടുണ്ടോ? റിഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററിൽ ലെയർ ടെസ്റ്റ് ഒരു ഭാഗത്ത് റെഫർ ചെയ്യുന്നുണ്ട്. ലെയർ ടെസ്റ്റ് ഈസ് ഗിവൺ ബൈ ബ്രോമൈഡ് ആൻഡ് അയോഡൈഡ്. ബ്രോമൈഡും അയോഡൈഡുമാണ് ലെയർ ടെസ്റ്റ് കാണിക്കുന്നത്. ഫ്ലൂറൈഡ് ഇല്ല, പൊട്ടാഷ്യം ഇതൊന്നുമല്ല, ബ്രോമൈഡ് അയോഡൈഡ് ആണ് കേട്ടോ. ലെയർ ടെസ്റ്റ് ഈസ് ഗിവൺ ബൈ Br മൈനസ് ആൻഡ് I മൈനസ്. ഇതാണ് റിയാക്ഷൻ. 2Br minus when treated with chlorine you get 2Cl minus plus Br2. This is happening in CCl4 medium. ഈ മീഡിയത്തിൽ ഇയാള് ഒരു ഓറഞ്ച് റെഡ് കളർ ആയിട്ട് നമുക്കൊരു ലെയർ ആയിട്ട് ഫോം ചെയ്യും. ബ്രോമൈഡ് ഈസ് ഓക്സിഡൈസ്ഡ് ടു ബ്രോമിൻ. Bromide is oxidized to bromine by chlorine. Chlorine itself undergo reduction. അപ്പോൾ Cl2 ബ്രോമൈഡിനെ ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പൊ എന്ത് കിട്ടും? Br2 കിട്ടും. ആ Br2 നമ്മുടെ CCl4 ലെയറിൽ ഇങ്ങനെ ഒരു ലെയർ ആയിട്ട് നിൽക്കും. ആൻഡ് ബ്രോമിൻ ഈസ് ഓറഞ്ച് റെഡ് ഇൻ കളർ. അപ്പൊ ആ ലെയർ ഒരു ഓറഞ്ച് റെഡ് കളർ ആയിരിക്കും. ഇതിനെയാണ് ലെയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇത് അയഡിനും ആവാം. എങ്ങനെയാണ് അയഡിൻ ആവുന്നത്? 2I മൈനസ് റിയാക്ടിങ് വിത്ത് Cl2 you get I2 plus 2ICl minus. Again CCl4 ഇയാള് ഒരു വയലറ്റ് കളേർഡ് ലെയർ ആയിട്ട് മാറും. അയോഡൈഡ് when undergo oxidation giving iodine, it will make a layer, violet colored layer over the CCl4. ലെയർ ടെസ്റ്റ് എന്നാ പറയുക. So test for bromide iodide distinguished as a colored layer as a result of redox reaction conducted with the chlorine, and that is called layer test. The layer test answered by bromide ആവാം, ആ ചോയ്സിൽ അയോഡൈഡ് ഉണ്ടെങ്കിൽ അതും ആവാം. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് എന്ന് വെച്ചാൽ ഒരു 7 ചോദ്യം എന്ന് പറയുന്നത് ആ ചാപ്റ്ററിന്റെ ഗ്രാവിറ്റി വെച്ച് നോക്കുമ്പോൾ പോരാ എന്നാണ് എൻ്റെ അഭിപ്രായം. ചുരുങ്ങിയത് ഒരു 10-15 ചോദ്യങ്ങളെങ്കിലും ഈ ചാപ്റ്ററിൽ നിന്ന് വരാനുള്ള വകുപ്പുണ്ട്. നമ്മൾ എന്തായാലും ആ രീതിയിൽ കൂടെ ചിന്തിക്കേണ്ടതാണെന്ന് ഞാൻ പറയും. എനിവേ 2025 കീമിലെ വെയിറ്റേജ് ഇത്രയേ വന്നിട്ടുള്ളൂ. ബട്ട് അത് അങ്ങനെ കാണണ്ട എന്ന ഒരു ഉപദേശമാണ് എനിക്ക് നൽകാനുള്ളത്. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫണ്ടമെന്റൽ ആസ്പെക്ട്സ് ചർച്ച ചെയ്യുന്ന ചാപ്റ്റർ എന്നുള്ള നിലയ്ക്ക് GOC വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാപ്റ്ററാണ്. അവിടുന്ന് ഇതിലും കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആ ഒരു നിലവാരത്തിലേക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക എന്നാണ് പറയാനുള്ളത്. നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററുമായിട്ട് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. Till then, bye, see you, take care.